സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് ആര്? സത്യം സൗന്ദര്യവുമാണ്, സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം കീറ്റസ്. സത്യം സൗന്ദര്യമാണ്, സൗന്ദര്യം സത്യവുമാണ് എന്ന് പറഞ്ഞത് കീറ്റസ്. മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക് ഏത്? മലബാർ കലാപം അരങ്ങേറിയ താലൂക്ക് ഏത്? ഉത്തരം ഏറനാട്. സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത്? സ്വന്തം ഭാരത്തോട് തുലനം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത്? ഉത്തരം കിവി. ജീവന്റെ നദി എന്നറിയപ്പെടുന്നത്? ജീവന്റെ നദി എന്നറിയപ്പെടുന്നത്? ഉത്തരം രക്തം. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത്? ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത്? ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഹൈക്കോടതി ഏത്? ഉത്തരം സിക്കിം. സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആര്? സ്വന്തം മക്കളുടെ തടവിൽ കഴിയേണ്ടി വന്ന മുഗൾ ചക്രവർത്തി ആര്? ഉത്തരം ഷാജഹാൻ. സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? സ്വന്തമായി പതാകയുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ജമ്മു കാശ്മീർ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്? സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം മാങ്കുളം. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏത്? സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏത്? ഉത്തരം ന്യൂസിലാൻഡ്. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത്? ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏത്? ഉത്തരം റോഡ് അയേൺ. പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാട്ടിലെ ഏത് ജില്ലയുമായിട്ടാണ് യോജിപ്പിക്കുന്നത്? ഉത്തരം കോയമ്പത്തൂർ. ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത്? ആദ്യത്തെ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത്? ഉത്തരം ഇന്ത്യ. ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം രചിച്ചത്? ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം രചിച്ചത്? ഉത്തരം മഹാകവി ടാഗോർ. ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം ഏത്? ആരും പൗരന്മാരായി ജനിക്കാത്ത സ്വതന്ത്ര രാജ്യം ഏത്? ഉത്തരം വത്തിക്കാൻ. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത്? ഉത്തരം കേരളം. ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഏത്? ന്യൂഡൽഹി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബ് ഏത്? ഉത്തരം കാൺപൂർ.